ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ വിൻറ്റേജ് കാർ മ്യൂസിയമായ മൈസൂരിലുള്ള പയന കാർ മ്യൂസിയത്തിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഈ സൈഡിൽ നമ്മൾ കുറച്ച് സ്കൂട്ടേഴ്സിൻ്റെ മോഡൽ കണ്ടു. ലെഫ്റ്റ് സൈഡിൽ വന്നിട്ട് നമ്മൾ കുറച്ച് ഫിയറ്റിൻ്റെ ഡിഫറെൻറ്റ് ഇയേഴ്സിൽ ഇറങ്ങിയ മോഡൽസാണ് കാണിച്ചിട്ടുള്ളത്. 1957, 1964, പിന്നെ 1962, അങ്ങനെ 3-4 മോഡൽ ഫിയറ്റിൻ്റെ ഇവിടെ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അടുത്ത് തന്നെ ആയിട്ടാണ് നമ്മൾ നമ്മുടെ മഹാരാഷ്ട്രയിലൊക്കെ കാണുന്ന ടൈപ്പ് ടാക്സി, ബ്ലാക്ക് ആൻഡ് യെല്ലോ കളറിൽ വരുന്ന ടാക്സി, അതിനുശേഷം നമ്മുടെ അംബാസിഡർ. പിന്നെ നമ്മൾ ഈ ഒരു മ്യൂസിയം വന്നിട്ട് ബാംഗ്ലൂർ മൈസൂർ എക്സ്പ്രസ് ഹൈവേയിൽ ശ്രീരംഗപട്ടണ ഡിസ്ട്രിക്റ്റിലാണ്. ബാംഗ്ലൂരിൽ നിന്ന് ഏതാണ്ട് ഒരു 2 മണിക്കൂറോളം കൊണ്ട് തന്നെ നമുക്കിവിടെ എത്താനായിട്ട് സാധിക്കും. ഇത് 1958 മോഡൽ ഒരു ട്രക്കാണ്. ഇത് വന്നിട്ട് 2 ലോറികൾ വന്നിട്ട് കന്നഡയിലാണ് അതിൻ്റെ പേര് എഴുതിയിട്ടുള്ളത്. അപ്പോൾ ഇവിടുത്തെ എൻട്രി ഫീ വന്നിട്ട് 50 രൂപയാണ്. 12 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് എൻട്രി ഫ്രീ ആണ്. വർക്കിംഗ് ടൈം 9 AM to 8 PM ആണ്. അപ്പോൾ നമുക്ക് റാം സൗകര്യമുണ്ട്. അപ്പോൾ വീൽ ചെയർ യൂസ് ചെയ്യുന്ന ആൾക്കാർക്കും സുഖമായിട്ട് ഇവിടെ വന്ന് കാഴ്ചകൾ കാണാനായിട്ട് സാധിക്കും. ഈ വണ്ടി കണ്ടപ്പോൾ എനിക്ക് കുറച്ചൊരു ഡിഫറെൻ്റ് ആയിട്ട് തോന്നി. അതിൻ്റെ ഔട്ടർ ബോഡിയിലൊക്കെ എന്തോ ഒരു ഡിസൈനൊക്കെ വന്നിട്ട്, ഇപ്പോൾ ഈ മിലിറ്ററി ട്രക്ക് വന്നിട്ട് അവരുടെ യൂണിഫോമിൻ്റെ അതേ കളറിൽ തന്നെയാണ്, കളർ കോമ്പിനേഷൻ തന്നെയാണ് അവരുടെ വണ്ടിക്കും വരുന്നത്. ഇതൊരു ബെൻസിൻ്റെ മറ്റൊരു മോഡലാണ്. അങ്ങനെ നമ്മളിങ്ങനെ കാഴ്ചകൾ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇതൊരു ജസ്റ്റ് കണ്ടുപോകാനുള്ളൊരു സ്ഥലം എന്നതിലുപരി എഡ്യൂക്കേഷൻ പർപ്പസിന് നന്നായിട്ട് യൂസ്ഫുൾ ആകുന്ന ഒരു സ്ഥലമാണ്. നമ്മുടെ ഫസ്റ്റ് ഫ്ലോറിൽ വന്നിട്ട് അവരുടെ ഒരു ഡെമോ ഉണ്ടായിരുന്നു. അവരുടെ മെഷീൻ്റെയും ഔട്ടർ ഇന്നർ എൻജിൻ്റെയൊക്കെ പോർഷൻസ് വച്ചിട്ടൊരു ഡെമോൺസ്ട്രേഷൻ അവിടെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ മെക്കാനിക്കലൊക്കെ പഠിക്കുന്നവർക്ക് തീർച്ചയായിട്ടും ഇവിടെ വന്നു കഴിഞ്ഞാൽ ഉപയോഗപ്പെടും. അതുപോലെ തന്നെ വിൻറ്റേജ് കാർസ് ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ എന്നെക്കാളും കൂടുതലായിട്ട് കാര്യങ്ങൾ അറിയാവുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും. അവർക്കുമൊക്കെ തീർച്ചയായിട്ടും ഇവിടെ വന്നു കഴിഞ്ഞാൽ നല്ല വെർത്തായിട്ടുള്ളൊരു വിസിറ്റ് തന്നെ ആയിരിക്കും. അതിനൊരു സംശയമില്ല, ഞാൻ ഫുൾ ഗ്യാരണ്ടി പറയുന്നു. നമുക്ക് 50 രൂപ ടിക്കറ്റ് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ വേറെ മ്യൂസിയത്തിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ഒരു 200 to 250 റുപ്പീസൊക്കെ അവർ ചാർജ് ചെയ്യുന്നുണ്ട്. പക്ഷേ 50 രൂപ മാത്രമേ ഉള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും വെർത്തായിട്ടുള്ള വിസിറ്റാണെന്ന് ഞാൻ പറയും. അപ്പോൾ ഇനിയിപ്പോൾ മൈസൂരിൽ ദസറ വരുന്നത് കാരണം ഇനി കുറച്ച് തിരക്കായിരിക്കും എന്നാണ് തോന്നുന്നു വരും ദിവസങ്ങളിൽ. ഞങ്ങൾ പോയ സമയത്ത് വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. ഈ ഒരു ട്രക്ക് കണ്ടപ്പോൾ നമ്മുടെ ഉസ്താദ് ഹോട്ടലിലെ ഒരു ട്രക്കാണ് ഓർമ്മ വന്നത്. 1996 മോഡലുള്ള ഒരു വാനാണിത്. ഈ മഞ്ഞ കാർ കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് പെട്ടെന്ന് മദ്മോഹൻ്റെ കാർ പോലെയാണ് എനിക്ക് ഓർമ്മ വന്നത്. അങ്ങനെ നമ്മൾ കാഴ്ചകളൊക്കെ ഇങ്ങനെ ഒരിക്കലും അവസാനിക്കുന്നില്ല. നമ്മളിങ്ങനെ ഫ്രണ്ടിലോട്ട് പോകുന്ന സമയത്ത് ഒരു കാറിൻ്റെ തന്നെ എല്ലാ പാർട്സും ഇങ്ങനെ ഊരി ഇങ്ങനെ ഒരു ഹാങ് ചെയ്തിട്ടിരിക്കുന്ന ഒരു മോഡലാണ് കണ്ടത്. കാണാൻ ഭയങ്കര രസമായിരുന്നു. ഫ്രണ്ടിൽ ഫോട്ടോ എടുക്കാൻ ഭയങ്കര തിരക്കായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു കാണാൻ. ബോണറ്റ് ഉൾപ്പെടെ എൻജിൻ എല്ലാം പുറത്ത് തന്നെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഫ്ലോറിൽ ഇതിൻ്റെ ഒരു എൻജിൻ വണ്ടി ഏത് വണ്ടിയുടെ ആണെന്ന് അറിയില്ല, ഏതൊരു വണ്ടിയുടെ എൻജിൻ ഇങ്ങനെ പുറത്ത് വെച്ചിട്ട് പാർട്സ് എല്ലാം തന്നെ ഡെമോ പോലെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ വളരെ യൂസ്ഫുൾ ആകും തീർച്ചയായിട്ടും. ഈ ഒരു മോഡൽ 1926 മെഴ്സിഡസ് ബെൻസിൻ്റെയാണ്. ആ ഒരു റാമ്പ് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം നമുക്ക് ഫോട്ടോ എടുക്കാൻ ഇഷ്ടമുള്ളവർക്കായാലും ഒക്കെ ഇവിടെ വന്നിട്ട് തീർച്ചയായിട്ടും നല്ല യൂസ്ഫുൾ ആകും. ഈ വിൻറ്റേജ് കാഴ്സിൻ്റെ എല്ലാം തന്നെ കളറുകൾ എന്ന് പറയുന്നത് എന്തോ ഒരു പ്രത്യേകത പോലെ എനിക്ക് തോന്നി. നല്ല രസമായിരുന്നു എല്ലാ കാഴ്സിൻ്റെയും തന്നെ കളർ. ഈ ഒരു ഫാൻ കണ്ടു, എനിക്ക് ഫാൻ എന്തോ ഒരു പ്രത്യേകത ഉള്ളതുപോലെ തോന്നി. നമ്മൾ ഇത്രയും ഹൈറ്റിലാണ് നിൽക്കുന്നത്. അപ്പോൾ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ പുറത്ത് ഇറങ്ങാറായി ഗൈസ്. അപ്പോൾ ബാക്കി വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.